ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ടു സർട്ടൺ എക്സ്റ്റെൻഡ് ആയിരിക്കണം ഏത് പ്രതിഷേധവും. ഈ വീട്ടിലേക്കൊക്കെ മാർച്ച് ചെയ്യുന്ന രീതിയൊന്നും ഒരു ശരിയല്ല. അവർക്ക് അവരുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വീകരിക്കാം. അതിനപ്പുറത്ത് വീടെന്നൊരു ഷെൽട്ടറാണ്. ആ ഷെൽട്ടറിൽ ഞാൻ മനസ്സിലാക്കുന്ന വീടിൻ്റെ പത്തനംതിട്ട അതൊന്നും ഒരു രീതി ശരിയല്ല. അവർക്ക് സമരം ചെയ്യാം, അത് ഡെമോക്രസിയുടെ ഭാഗമാണ്. അതിനപ്പുറത്ത് സമരം ചെയ്യുന്നവരാണ് എത്ര എക്സ്റ്റെൻറ്റ് വരെ പോകാൻ തീരുമാനിക്കേണ്ടത്. വലിയ രക്തരൂക്ഷിതമായ സമരങ്ങളിലേക്കൊക്കെ കടക്കുന്ന രീതിയിലാണ് അപകടത്തിൽ നിന്നൊക്കെ ഇവിടുന്ന് അല്ല, അങ്ങനെ സമരങ്ങളോട് വളരെ പോസിറ്റീവായ അപ്രോച്ച് എടുക്കുന്ന ഗവൺമെൻറ് ആണല്ലോ ഇടതുപക്ഷ ഗവൺമെൻറ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ വിശ്വാസം. ആരോഗ്യമേഖല നിങ്ങൾ വെറും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നുകൊണ്ടാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖല വേൾഡ് മോഡലാണ്. നിങ്ങളിപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ കാണണം. നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഈ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല, കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാത്ത് ലാബും ഡയാലിസിസ് യൂണിറ്റും വന്നു. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ, PHCകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറി, റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്നു. മെഡിക്കൽ കോളേജുകൾക്കകത്ത് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടു. ഈ കോട്ടയത്തുണ്ടായ വളരെ അൺഫോർച്ചുനേറ്റാണ്. പക്ഷേ അവിടെ നടക്കുന്ന നിർമ്മാണം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ 150 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പോവാണ്. ഞാനിത് മനസ്സിലാക്കാൻ കാരണം ഞങ്ങളുടെ MCCയിൽ നിർമ്മിച്ചവരാണ് അവിടെ നിർമ്മിക്കുന്നത്, CVC. അപ്പോൾ അതുകൊണ്ട് മികച്ച നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ കാണണം എന്തെല്ലാം അസുഖങ്ങൾ അതെല്ലാം ടാക്കിൾ ചെയ്തില്ലേ ഓരോ ഘട്ടത്തിൽ. ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ സർക്കാരിനാവുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റായ സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് ഇതാകെ മോശമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്? കേരളത്തിൻ്റെ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ തകർന്നാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? നിങ്ങൾ ചിന്തിക്കണ്ടേ? എത്ര മാധ്യമപ്രവർത്തകർക്ക് ഇവിടുത്തെ കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കും പറ്റുമോ? അപ്പോൾ സാധാരണ മാധ്യമപ്രവർത്തകരും ഞങ്ങളോട് എല്ലാവർക്കും ഒരു അഭയകേന്ദ്രം ഇപ്പോഴും സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ്. അതിനെ വിമർശിക്കാം, പക്ഷേ ആ സിസ്റ്റത്തെ ആകെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കാൻ പാടില്ല.